കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ സ്പോർട്സ് ഫ്രറ്റർണിറ്റി എന്നുള്ള ഒരു കൂട്ടായ്മയുടെ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു തിങ്കളാഴ്ച. കായിക രംഗത്തെ വിവിധ മേഖലകളിലുള്ളവർ ആ പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടിയിൽ പങ്കെടുക്കവേ കോഴിക്കോട് ഒരു പുതിയ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം വരുന്ന വിവരം അവിടെ പറഞ്ഞിരുന്നു. അതോടൊപ്പം ഇതൊരു പുതിയ കാര്യമല്ല, നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് എന്നുള്ളതും ആ പ്രസംഗത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് നമുക്കറിയാം, കായിക പ്രേമികൾ ഒരുപാടുള്ള കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട കായിക കേന്ദ്രങ്ങളിൽ ഒന്നായ ഒരു ജില്ലയാണ്. വളരെ മുമ്പ് തന്നെ കോഴിക്കോട് വലിയ വലിയ ടൂർണമെൻറ്റുകൾ നടക്കാറുണ്ടായിരുന്നു. നമ്മുടെ EMS സ്റ്റേഡിയം, വളരെ നേരത്തെ സെർട്ട്നാഗ്ജി അമർ സിംഗ് ഫുട്ബോൾ ടൂർണമെൻറ്റ്, അതുപോലെ നെഹ്റു ട്രോഫി, സന്തോഷ് ട്രോഫി ഒക്കെ നടന്നിരുന്ന സ്റ്റേഡിയമായി. വർഷാവർഷമാണ് സെർട്ട്നാഗ്ജി അമർ സിംഗ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നിരുന്നത്. മുഹമ്മദ് അൻസും മോഹൻ ബഗാനും സാൽഗോക്കർ ഗോവയും ഡംബോ ഗോവയും ഈസ്റ്റ് ബംഗാളും ഒക്കെ കളിക്കുന്ന ടൂർണമെൻറ്റ് കാണാൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നും ആൾ വരാറുണ്ട്. കാലം മാറിയ സ്റ്റേഡിയം വികസിപ്പിക്കാൻ നഗരഹൃദയത്തിലായതുകൊണ്ട് ചില പരിമിതിയുണ്ട്. അപ്പോൾ കോഴിക്കോട് ഒരു സ്റ്റേഡിയം എന്നുള്ളത് നാടിൻ്റെ സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാക്കുമെന്ന് LDF സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിന് തീരുമാനവും കൈക്കൊണ്ടു. നവംബർ മാസം 9-ന് 2023 നവംബർ മാസം 9-ന് ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രി ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് മാധ്യമങ്ങളിലൊക്കെ വാർത്തയായി വന്നിരുന്നു. മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ പറഞ്ഞത് നമുക്കൊന്ന് വീഡിയോയിൽ കാണാം. കോഴിക്കോട് ബേപ്പൂരിലും മലപ്പുറം മനുഷ്യരിലും ഫിഫാമിനെതിരായ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുമെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ. രൂപരേഖ പൂർത്തിയായതായും 60 കോടി ചെലവ് പ്രതീക്ഷിച്ച സ്റ്റേഡിയം നിർമ്മാണം 1.5 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫെഡറേഷന്റെ പ്രസിഡന്റ് അടക്കം വന്നിരുന്നു വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് സൂപ്പറായ ഒരു ഗ്രൗണ്ട് കണ്ടുകൊടുക്കുന്നത് സംഘടന. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 ഗ്രൗണ്ട് പ്രധാനമായിട്ടുണ്ടായിരുന്നു. ഫിഫ സ്റ്റാൻഡേർഡിലുള്ള 2 ഇന്റർനാഷണൽ സ്റ്റേഡിയങ്ങൾ കേരളത്തിൽ തുടങ്ങി. ഏകദേശം ഇപ്പോൾ അതിൻ്റെ ഡിസൈനുകൾ കഴിഞ്ഞു. ഒന്ന് മഞ്ചേരിയിലാണ്, മറ്റൊന്ന് ബേപ്പൂരിലാണ്. 2 പ്രധാനപ്പെട്ട സ്റ്റേഡിയം അല്ല, പുതിയ 25, ഞാൻ പറഞ്ഞല്ലോ 25 സ്ഥലത്തിൽ സ്റ്റേഡിയം കഴിച്ചിട്ട് അവിടെ ഒരു സ്പോർട്സ് ഇൻഡസ്ട്രി ഒരു സ്പോർട്സ് വില്ലേജ് ആക്കി മാറ്റുന്നു. വലിയ എസ്റ്റിമേറ്റാണ്. 60 കോടിയാണ് ആ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് ചിലവഴിക്കുന്നത്. ഇവിടെയും അത് തന്നെ മലപ്പുറത്ത് നമ്മൾ ആ രീതിയിലാണ്. മഞ്ചേരിയിലും ഒന്ന്, കോഴിക്കോട് ബേപ്പൂരും പയ്യനാട് സ്റ്റേഡിയം. പിന്നെ തൊട്ടടുത്തന്നെ പുതിയ ഉണ്ടാക്കും. നിലവിലുള്ള പ്രാക്ടീസ് സ്റ്റേഡിയമാക്കി നിലനിർത്തി അതിന് ചേർന്ന് പുതിയ സ്റ്റേഡിയം ഉണ്ടാക്കും. റെഡിയാണല്ലോ. ബേപ്പൂർ 25 ഏക്കർ. നമ്മളതിൻ്റെ ശ്രമം തുടങ്ങിയിട്ട് ഒരു കൊല്ലമായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ പുതിയ സ്പോർട്സ് ഇൻഡസ്ട്രി കേരളത്തിൽ ആരംഭിക്കാൻ പോകുക. കാരണം പുതിയ കായിക നയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പോർട്സ് എക്കോണമി ഡെവലപ്പ് ചെയ്യുന്നത്. അതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കോഴ്സുകൾ, കളിക്കളങ്ങളിൽ തന്നെ സ്വകാര്യ മേഖലയിൽ, പൊതുമേഖലയിൽ കൂടെ തന്നെ സ്വകാര്യ മേഖലയിൽ തന്നെ പുതിയ കളിക്കളങ്ങൾ ആരംഭിക്കാം. നിലവിലുള്ള സംസ്ഥാനത്തുടനീളം നിരവധി ടർഫുകളും അതിനെ അപ്ഗ്രേഡ് ചെയ്യാം. ഇതിനൊക്കെ തന്നെ സഹായം നൽകുക. സ്പോർട്സിൽ പുതുതായി വരുന്ന അപ്പോൾ നിങ്ങൾ പറഞ്ഞു കേട്ടല്ലോ, നവംബർ 9-ന് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞതാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്രത്തോളം ഞാൻ വിശദീകരിച്ചിട്ടില്ല. ഈ ഡീറ്റെയിൽസൊക്കെ അറിയാത്തതല്ല. നിരവധി യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി ശ്രീ അബ്ദുറഹ്മാനോടൊപ്പം ഈ ജില്ലയിലെ മന്ത്രി എന്നുള്ള നിലയിൽ പങ്കെടുത്തിരുന്നു.
ഒരുപാട് കാലം അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരുപാട് ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണിത് വരുന്നത്, യാഥാർത്ഥ്യമാകണമെന്നാണ്. ഇതിൻ്റെ അപ്പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ ഒന്നും കൂടി കേൾക്കാവുന്നതാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഇനി വേണം നിങ്ങൾക്ക് തരാൻ. അപ്പോൾ ഇതിൽ വീഡിയോയുടെ ഫുള്ളുണ്ട്. ഒരുപാട് പേര് ഈ വീഡിയോ എടുത്തിട്ടുമുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ രണ്ടിൻ്റെ വീഡിയോ തരാവുന്നതാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ പ്രഖ്യാപനമല്ല, ഇന്നിപ്പോൾ വ്യക്തമാണ്. നേരത്തെ തന്നെ മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ്റെ പ്രഖ്യാപനം നമ്മളിപ്പോൾ ടി വിയിലൂടെ കണ്ടു. പക്ഷേ ഇതിനോട് UDF എടുത്തിട്ടുള്ളൊരു സമീപനം അത് വളരെ ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ കോഴിക്കോട്ടെ ജനങ്ങൾ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം പെട്ടെന്ന് നടത്തിയാൽ അതിൻ്റെ ഭാഗമായി അതിലാകെ വീണുപോയി വോട്ട് ആർക്ക് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നവരാണോ? അങ്ങനെയാണോ കോഴിക്കോട്ടെ ജനതയെ കാണേണ്ടത്? കോഴിക്കോട്ട് ജനങ്ങളെ ഇങ്ങനെ ഒരു കുറച്ച് കാണുന്നൊരു നില UDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ വേണ്ടി പാടില്ലേ? അതിന് വേറൊരു കളർ കൊടുത്തുകൊണ്ടാണ് ശ്രമം നടത്തിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നൊക്കെയുള്ള നിലയിലുള്ള വ്യാജ പ്രചരണം നടത്തി അത് പരാതി കൊടുക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് പ്രചരണം നടത്തുന്നു. അപ്പം നമ്മളാരും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് ആദ്യമായിട്ട് വരുന്നവരല്ല. നമ്മളെല്ലാവരും ഇതൊക്കെ കുറച്ച് കാലമായിട്ട് എല്ലാവരും അവരവരുടെ പ്രായത്തിനനുസരിച്ച് അനുഭവമുള്ളവരാണ്. ഞാനൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ബൂത്ത് സെക്രട്ടറി മുതൽ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സെക്രട്ടറി മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സെക്രട്ടറി വരെ ആയി പ്രവർത്തിച്ചതാണ്. തെരഞ്ഞെടുപ്പിലെ പെരുമാറ്റച്ചട്ടം എന്താണ് എന്നൊക്കെ നന്നായിട്ട് അറിയുകയും അത് പാലിക്കുകയും ചെയ്യുന്നവരാണ്. ഈ മന്ത്രിയുടെ ചുമതല വന്നതിന് ശേഷം തന്നെ പല ഉപതെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ പെരുമാറ്റച്ചട്ടം പാലിച്ചു പോയതാണ്. ഒരു സ്റ്റേഡിയം വരുന്നതിൽ എല്ലാവരും സന്തോഷിക്കുകയല്ലേ ചെയ്യും? എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു പ്രശ്നമല്ലേ ഈ കാര്യം? ഇത്തരം കാര്യങ്ങളിൽ വിവാദമുണ്ടാക്കുന്നത് ശരിയാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വിവാദം ഉണ്ടാക്കി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഒരു സ്റ്റേഡിയം വന്നാൽ നമ്മുടെ നഗരമാകെ വികസിക്കുകയല്ലേ ചെയ്യും? നഗരത്തിലേക്ക് പലയിടങ്ങളിൽ നിന്ന് ആളുകൾ വരും. അതിൻ്റെ ഭാഗമായി നഗരത്തിൽ വ്യാപാരം, കച്ചവടമൊക്കെ വർദ്ധിക്കും. പുതിയ കായിക പ്രതിഭകളെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. നഗരത്തിൻ്റെ മുഖച്ഛായാകെ മാറുന്ന സ്ഥിതി വരും. അതുമാത്രമല്ല, ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, നമ്മളെല്ലാവരും ഒന്നിച്ചെന്ന് എതിർക്കണം എന്ന് പറയുന്നൊരു പ്രശ്നമാണല്ലോ മയക്കുമരുന്ന് പോലുള്ള പ്രശ്നങ്ങൾ, ലഹരി. ഇതൊക്കെ കളിക്കളങ്ങൾ കുറവാണ്, പുതിയ പുതിയ സ്റ്റേഡിയങ്ങൾ വരണം എന്നൊക്കെയുള്ള അഭിപ്രായം നാടിൻ്റെ അഭിപ്രായമല്ലേ? ഒരു നാടിൻ്റെ അഭിപ്രായമാണ് ഇതൊക്കെ. അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിൽ അതും സ്റ്റേഡിയം എന്നത് കോഴിക്കോട്ടുകാരുടെ ദീർഘകാലത്തെ ആവശ്യമാണ്. ഇതിനുവേണ്ടി നിരവധി യോഗമാണ് മന്ത്രി അബ്ദുറഹ്മാനോടൊപ്പം ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പം എന്തിനാണ് UDF ഇതിൽ ഇങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്നത്? LDF സർക്കാർ കോഴിക്കോടിന് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് LDF സ്ഥാനാർത്ഥി സഖാവ് എളമരം കരീമിന് വോട്ട് അനുകൂലമായി മാറുമെന്നുള്ള ഭയം കോഴിക്കോട്ട് ലോക്സഭാ മണ്ഡലത്തിൽ UDFന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന പ്രശ്നം. കോഴിക്കോട്ടെ MP ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പറയാനൊന്നുമില്ല എന്ന് കരുതി LDF സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിവാദം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയാണോ? വികസന മുടക്കികളായി കേരളത്തിലെ കോഴിക്കോട്ടെ UDF മാറാൻ വേണ്ടി പാടുണ്ട്. ഇത് ശരിയല്ല എന്നുള്ളത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. അതോടൊപ്പം ഇതിനോട് പൊതുവേ മാധ്യമങ്ങളെടുത്ത സമീപനമുണ്ട്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എല്ലാം പറയുന്നില്ല. ഒരു ദിനപത്രം, അതിൽ
എൻ്റെ ഫോട്ടോ വെച്ച് കൊടുത്ത വാർത്ത, വാഗ്ദാനം കൈവിട്ടു, മന്ത്രി കുരുക്കിൽ. ഞാനിപ്പോൾ ഇങ്ങനെ കുരുക്കിലാണ്. മന്ത്രിയുടെ വാഗ്ദാനം വീഡിയോയിൽ വ്യക്തം, ദൃശ്യങ്ങൾ കിട്ടിയെന്ന് അധികൃതർ. അതിൽ ആദ്യത്തെ വരി നിങ്ങളൊന്ന് കേൾക്കണം. മന്ത്രി PA മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി വീഡിയോ ദൃശ്യത്തിൽ വ്യക്തം. വിധി എഴുതി കഴിഞ്ഞു. സ്റ്റേറ്റ് വാർത്തയാ, ഒരു പ്രധാനപ്പെട്ട ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിലെ സ്റ്റേറ്റ് വാർത്തയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി വ്യക്തം, ഒരു ദിനപത്രം. അത് കഴിഞ്ഞിട്ട് അതിലൊരു വരി കൂടി എഴുതിയിരിക്കുക, എല്ലാ വീഡിയോയും കൈവശമുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ആകെ തകർക്കുകയാണ്. അതായത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണൂലേ, വില്ലൻ ഒരു മുറിയിൽ വെച്ച് ഒരാളെ കൊല്ലുന്നു, നോക്കുമ്പോൾ തെളിവൊന്നുമില്ലല്ലോ, നോക്കുമ്പോൾ ജനവാതിലൂടെ അതിൻ്റെ ഉള്ളിലൂടെ ഒരു വീഡിയോ ഒരാൾ പകർത്തുകയാണ്. വില്ലൻ പെട്ടെന്ന് അയാളെ കാണുന്നു, വില്ലൻ ഓടിപ്പോയി അയാളെ കണ്ടെത്തി അടിച്ചു കൊന്ന് ആ വീഡിയോയിലുള്ള ദൃശ്യങ്ങൾ കംപ്ലീറ്റ് തകർക്കുന്നു. അതുപോലെയല്ല ഇപ്പോൾ ഈ വാർത്ത. നൂറുകണക്കിന് ആളുകൾ ഈ വീഡിയോ പകർത്തിയാണ്, നൂറുകണക്കിന് ആളുകൾ. നിങ്ങൾക്കാർക്കും വീഡിയോ വേണമെങ്കിൽ ഞാൻ തരാം, ഫുൾ പ്രസംഗത്തിൻ്റെ. ഇതാകെ ഉണ്ടായിരുന്നൊരു വീഡിയോ തകർത്തു എന്നുള്ള നിലയിൽ ഇതാ അടുത്ത വാർത്ത. ഇത് ശരിയായ രീതിയാണ്. ഇവിടെ ഇതേ പത്രം തന്നെ ഇതിനെതിരെ LDF ഇവിടെ ഒരു പത്രക്കുറിപ്പ് കൊടുത്തു. പിറ്റേ ദിവസം സ്റ്റേറ്റ് പേജിൽ വന്ന വാർത്തയാണല്ലോ. നമുക്ക് വ്യക്തിപരമായിട്ട് വാർത്ത വരുന്നതിൽ ഒരു പ്രയാസമില്ല, അത് ഒരു ശീലമായതുകൊണ്ട് ഒരു പ്രയാസമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ വാർത്ത വരുമ്പോൾ LDF അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ പത്രക്കുറിപ്പായി കൊടുത്തു. ആ മാധ്യമത്തിൽ അതൊരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും ആ വാർത്ത കാണില്ല. ഇതൊരു ശരിയായ രീതിയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്. ഇതേ പത്രത്തിൽ കോഴിക്കോട് സ്റ്റേഡിയം വരുന്നത് വലിയ വാർത്തയായി നവംബർ മാസം 10 കൊടുത്തതാണ്, ഇതേ പത്രം കൊടുത്താണ്. അപ്പോൾ UDFൻ്റെ ഓഫീസിൽ നിന്നും ആരെങ്കിലും എഴുതി തരുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും വാർത്തയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഒരു വികസനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ UDF ഇത്തരം സമീപനം സ്വീകരിക്കുമ്പോൾ LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ LDF സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് ലഭ്യമാകുന്നതിൽ ഭയം പൂണ്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വരും എന്നുള്ള ഭയത്താലാണ് ഇതുപോലുള്ള സ്ഥിതി വരുന്നത്. ഇത് UDFൻ്റെ പാപ്പരത്തമാണ്. സ്റ്റേഡിയം വരുന്നതിൽ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് ഈ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കണം. അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊരു പുതിയ പ്രഖ്യാപനമല്ല എന്നിപ്പോൾ വ്യക്തമാണ്. ഇത് എത്രത്തോളം ദിനപത്രങ്ങളിൽ നാളെ വാർത്തയായി വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങളെ ആരെയും അതിൽ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല, അത് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. എന്തായാലും ഒന്നിക്കേണ്ട കാര്യങ്ങൾ ഒന്നിക്കണം. പക്ഷേ UDF ഇതിൽ വില കുറഞ്ഞ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്ന പദ്ധതി വിവാദത്തിലാക്കാനുള്ള ശ്രമം നടത്തിയത് ഒരു തരത്തിലും ശരിയായ കാര്യമല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുവെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത നിലയിലേക്കുള്ള പ്രചരണമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും പൊതുവെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അത് കലക്ടറോട് ചോദിക്കേണ്ട കാര്യമാണ്. അത് കലക്ടറോട് ചോദിക്കേണ്ട ചോദ്യം, എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല. അതെനിക്കറിയില്ല. ഞാനവിടെ പ്രസംഗത്തിന് ശേഷം ഞാൻ പോവുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പലരും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ UDF നടത്തിയ പ്രചരണം എന്താ, സംസാരത്തിനിടയിൽ നമ്മുടെ ഒരു അഭിപ്രായത്തിൻ്റെ ഭാഗമായി പിടിച്ചുകൊണ്ട് എന്നുള്ളതിലേക്കാണല്ലോ പറയുന്നത്. ഞാൻ അമാനുഷികനൊന്നല്ല, എനിക്ക് ഒരു സമയത്ത് ഒരു പ്രവൃത്തിയെ നടത്താൻ പറ്റും.
അത് ആ വീഡിയോയിലൊക്കെ വ്യക്തമാണ്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗം കഴിഞ്ഞ് ഞാൻ നേരെ പിന്നെ പോയി ഇരുന്നതിൻ്റെ കാറിലാണ്. കാരണം സമയമില്ല അടുത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ. അപ്പോൾ അതിലെ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമാക്കിയ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, അവിടെ നൂറുകണക്കിന് ക്യാമറയും മൊബൈലൊക്കെ ഉണ്ടല്ലോ. ഇതാകെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആകെയുള്ള ഒരു തെളിവ് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ആ വീഡിയോ തരാം. നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാവരും എടുത്തിട്ടുണ്ട്, നിങ്ങളെ കയ്യിലും ഉണ്ടാവും. അല്ല, അത് കലക്ടറോട് ചോദിക്കേണ്ട ചോദ്യമാണ്. കലക്ടറോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാനിതിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ പ്രഖ്യാപിക്കപ്പെട്ട ഈ പദ്ധതിയിൽ അനാവശ്യ വിവാദം സൃഷ്ടിക്കാൻ UDF ശ്രമിച്ചു. അത് തെറ്റായ രീതിയാണ്. അത് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പൊതുവേ LDF സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നുള്ള ഭയമാണ്. അതോടൊപ്പം ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങളോടൊക്കെ നേരത്തെ വ്യക്തമാക്കിയതാണ്. 1300 കോടി രൂപ പ്രധാനപ്പെട്ട സിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് റോഡ് പദ്ധതി. ഇപ്പോൾ ഈ റോഡ് വീതി കൂട്ടിക്കൊണ്ടിരിക്കുക, മാനാഞ്ചിറ വെള്ളിമാട് കുന്ന്. ഇതിൻ്റെ നേരെ പടിഞ്ഞാറ് വശത്തുള്ള റോഡ് കണ്ണൂർ റോഡ്, അത് വീതി കൂട്ടാൻ പോവുകയാണ്. അതുപോലെ പ്രധാനപ്പെട്ട കോഴിക്കോട് നഗരം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട റോഡുകൾ 1300 കോടി രൂപ അനുവദിച്ച റോഡുകൾ, ആ റോഡുകളുടെ കാര്യം അവിടെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറയണ്ടേ? ഇത് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ചെയ്ത കാര്യങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റ്? അതിപ്പോൾ മാത്രമല്ലല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ട് പറയുന്നതല്ലേ. അതിൽ പറയാൻ പാടില്ല. അത് പറയുന്നുള്ള നിലപാട് UDF സ്വീകരിക്കുന്നത് ശരിയാണോ? അപ്പോൾ അത് ഞാൻ പറയട്ടെ, അത് പറയുന്നതിന് ഭയക്കുന്നു. LDF സർക്കാർ ചെയ്ത കാര്യങ്ങളെ ഭയക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. അത് കലക്ടറോട് ചോദിക്കേണ്ട കാര്യം. അത് കലക്ടറോട് ചോദിക്കേണ്ട ചോദ്യം. അതാ ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾ കലക്ടറോട് ചോദിക്കും. ഞാനിപ്പോൾ ഈ ഭാഗം ക്ലിയർ അല്ലേ? ഞാനീ പറഞ്ഞ ഭാഗം വ്യക്തമാണല്ലോ. എൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും കൊടുത്തു. ഒന്ന്, ഇത് ഒരു പുതിയ പദ്ധതിയല്ല. അതായത് ഇതൊരു പുതിയ പ്രഖ്യാപിച്ച പദ്ധതിയല്ല, നമ്പർ 1. രണ്ടാമത്തത്, ആ പ്രസംഗത്തിൽ തന്നെ ഇതൊരു പുതിയ പ്രഖ്യാപനമല്ല, നേരത്തെ തന്നെ പറഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കേട്ടിട്ടുണ്ടല്ലോ. കോഴിക്കോട് ഒരു സ്റ്റേഡിയം വേണമെന്നുള്ളത് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. അത് സർക്കാർ നേരത്തെ തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയ കാര്യമാണ്. ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചു. അദ്ദേഹം അത് 2023 നവംബറിൽ പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. ഇതൊക്കെ അവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒരുപാട് യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്, ആ മീറ്റിങ്ങുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മറുപടിയിൽ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി. അതെ, UDF ഇത് ആവശ്യമില്ലാതെ UDF ഇതിനകത്ത് വിവാദം സൃഷ്ടിച്ച് ഒരു കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അത് വേണ്ടിയില്ലായിരുന്നു, അത് ഒഴിവാക്കാമായിരുന്നു. UDFന് പ്രത്യേകിച്ച് ഈ ലോക്സഭാ മണ്ഡലത്തിൽ വികസന പ്രവർത്തനം നടത്തിയത് പറയാനില്ലാത്തത് കൊണ്ട് LDF സർക്കാർ ചെയ്ത കാര്യങ്ങൾ പറയുന്നതിൽ ഇങ്ങനെ ബേജാറായിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇനിയും പറയും. ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനിയും ശക്തമായി പറയും. വലിയ നിലയിൽ ഇതൊക്കെ ഞങ്ങൾ പ്രചരിപ്പിക്കും, ജനങ്ങളിലാകെ ഇതൊക്കെ എത്തിക്കും. LDF സർക്കാർ ആഗ്രഹിക്കുന്നത് പോലെ, LDF സർക്കാർ ചിന്തിക്കുന്നത് പോലെ ചലിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു MP, ഒരു LDF MP സഖാവ് എളമരം കരീമിലൂടെ കോഴിക്കോടിന് വേണം എന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് പറയും. അല്ല, എനിക്ക് ഇപ്പോൾ ഞാനിത് അറിയുന്നത് പത്രത്തിലൂടെയാണ്, അതതിൻ്റെ രസം. എനിക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് വന്നു എന്ന് ഞാൻ അറിയുന്നത് പത്രത്തിലും മാധ്യമങ്ങളിലൂടെയാണ്. നോട്ടീസ് കിട്ടിയ ഉടനെ തന്നെ, കിട്ടിയ ദിവസം നോട്ടീസ് 4-ാം തീയതിയാണ് എനിക്ക് നോട്ടീസ് കിട്ടിയത്. 4-ാം തീയതി തിരുവനന്തപുരത്തെ ഓഫീസിൽ നിന്ന്, തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണല്ലോ, 4-ാം തീയതി വൈകുന്നേരം എന്നെ വിളിച്ചു പറയുന്നു നോട്ടീസ് കിട്ടിയെന്ന് പറയുന്നത്. വൈകുന്നേരം ഉച്ച സമയമായിട്ടുണ്ടോ, വിളിച്ചു പറയുന്നു. 5-ാം തീയതി തന്നെ മറുപടി നോക്കുമ്പോൾ 5-ാം തീയതി സ്ക്രൂട്ടിനിയാന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ അവർക്ക് ഒരു ഒഴിവിൻ്റെ പ്രശ്നം വന്നു. 5-ാം തീയതി നേരിട്ട് അവിടെ കളക്ടർക്ക് മറുപടി അവിടെ കൊടുത്ത് അതിൻ്റെ റെസിപ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഒരു സമയം ഒഴിവായിട്ടില്ല. അതിൻ്റെ രസം, ഇങ്ങനെയൊരു നോട്ടീസ്
തരുമ്പോൾ അത് പത്രത്തിലൂടെയല്ലല്ലോ ഞാൻ അറിയേണ്ടത്. പത്രത്തിലൂടെയല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടത്. പത്രങ്ങളിലൂടെ നിങ്ങൾ പലരും വിളിച്ചു ചോദിക്കുകയാണ് എന്താ കിട്ടിയോ. ഞാൻ പറയുന്നത് കിട്ടിയിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് എനിക്ക് നോട്ടീസ് കിട്ടിയ സമയം ഞാൻ പറഞ്ഞു. അതിൻ്റെ ടൈമൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അല്ല, അത് അതിന് മറുപടി പറയേണ്ട ബന്ധപ്പെട്ടവരാണ്, ഞാനല്ല. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടവർ മറുപടി പറയേണ്ടത്. ഞാൻ എൻ്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷയത്തിൽ ഇത്ര വലിയ വാർത്തയായി. ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ, അച്ചടി മാധ്യമങ്ങളിൽ, സ്റ്റേറ്റ് പേജ്, ഞാൻ നേരത്തെ ഒരു മാധ്യമത്തെക്കുറിച്ച് പറഞ്ഞു, വേറൊരു മാധ്യമം തുടർച്ചയായിട്ട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുക. അത് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, അതിലൊന്നും ഒരു തെറ്റും പറയും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലക്ഷക്കണക്കിന് ആൾ, കോടിക്കണക്കിന് വോട്ടർമാരിത് വായിക്കില്ലേ? ഇത് വായിക്കില്ലേ? ഇപ്പോൾ ഇതിലെ വസ്തുതകൾ കണ്ടില്ലേ? ഒരു സ്റ്റേഡിയം വരുന്നു, ഒരു വികസന പ്രവർത്തനം വരുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമല്ലേ? അതിങ്ങനെ ഒരു രീതിയിലേക്ക് വരികയാണ്. UDF അല്ലേ ഇത് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ UDFൻ്റെ ഒരു കേന്ദ്രത്തിൽ നിന്നും വിവാദങ്ങൾ സൃഷ്ടിക്കാൻ തെറ്റായ വാർത്തകൾ കേരളത്തിലാകെ പ്രചരിപ്പിക്കുന്നത് പോലെ. ഇപ്പോൾ കനകോലുവൊക്കെ ചുമതലയെടുത്തിരിക്കുകയാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ. കനകോലുവിനെ പോലെയുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ചുമതലയെടുത്തതിന് ശേഷം ഇങ്ങനെ വാർത്തകൾ പടച്ചുവിടുകയാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ വന്ന് യഥാർത്ഥ അജണ്ടകൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണിതെന്ന് മാത്രമാണ്. അല്ലാതെ ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായി ഒരു വാർത്ത വരുന്നതിൽ ആകെ ബേജാറാവുന്ന ആൾ. അങ്ങനെ ബേജാറാവുകയാണെങ്കിൽ ഞാനിപ്പോൾ കിടപ്പിലായി പോയിട്ടുണ്ട്. അത്രയ്ക്ക് വാർത്ത ഇത്രയും കാലമായിട്ട് വന്നിട്ടുണ്ട്. അതിലെനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രസ്ഥാനത്തിന് ഈ ഒരു വിഷയം കാരണം ഒരു വോട്ട് പോലും കുറയാൻ പാടില്ല എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ അത് പറയും. അവരുടെ ദൃശ്യങ്ങൾ വായിച്ചു നൽകുകയും ചെയ്തു എന്നൊരു ആരോപണം കൂടി UDF ഉന്നയിച്ചിട്ടുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ ഈ പറയുന്നത് പോലെ അത് ബന്ധപ്പെട്ടവർ അതിന് വ്യക്തമായ മറുപടി ബന്ധപ്പെട്ടവർ നൽകിയിട്ടുണ്ട്. വളരെ വ്യക്തമായ മറുപടി. ഞാൻ വിചാരിച്ച് അല്ല, അതൊക്കെ മറുപടിയും ഇപ്പം നിങ്ങൾ അത് പറയരുത്. ഇത്രയും ദിവസം ആ വണ്ടി ഓടിച്ചിട്ട് അപ്പോൾ ആ വണ്ടി നിർത്തിയിട്ട് വേറെ വണ്ടി കയറില്ല. ഞാൻ പറയുന്നേക്ക് ഈ 4 ദിവസത്തെ പേപ്പർ മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. ഈ പേപ്പറിന് മുഴുവൻ എൻ്റെ പ്രസംഗമല്ല വിവാദമായത് നിങ്ങൾ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് പേജിൽ എൻ്റെ ഫോട്ടോ വെച്ച് വാർത്ത കൊടുത്തില്ലേ? അപ്പോൾ എൻ്റെ പ്രസംഗമല്ല പ്രശ്നം എന്ന് ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ശരിയാണ്. നിങ്ങളല്ല കനകോലുമാർ പ്രചരിപ്പിക്കുന്നത്, ഇവിടുത്തെ UDF പ്രചരിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങളതല്ല പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ അതങ്ങനെ ശരിയായിട്ട് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുമോ? അതുമല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലും വ്യക്തമായിട്ട് മറുപടി ബന്ധപ്പെട്ടവർ നൽകിയതാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ കലക്ടറോട് ചോദിക്കേണ്ട ചോദ്യം. അല്ല, ഞാൻ എൻ്റെ ഈ ഭാഗം ഞാൻ ക്ലിയറായിട്ട് ഈ ഭാഗം പറഞ്ഞു. അതുമാത്രമല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വില്ലൻ ഒരു മുറിയിൽ നിന്ന് ഒരാളെ കൊല്ലുമ്പോൾ അതാരെയും കണ്ടോ നോക്കുമ്പോൾ ജനവാലിൽ കൂടി ഒരു കുട്ടി കാണുക, അല്ലെങ്കിൽ ഒരു വീഡിയോ വാർത്തുന്നുണ്ട്, ഓടിപ്പോയി അവരെ തല്ലിക്കൊന്ന വീഡിയോ തകർക്കുന്ന പോലെ ഒരു 100 കണക്കിന് ആളെടുത്ത വീഡിയോ എടുത്ത പരിപാടിയല്ല. അതെ വീഡിയോ വേണമെങ്കിൽ ആര് പറഞ്ഞ് എറേസ് ചെയ്തു? അത് ബന്ധപ്പെട്ടവർ അതിന് മറുപടി നൽകിയല്ലോ. ഞാൻ പറയേണ്ട കാര്യമില്ല. ബന്ധപ്പെട്ടവർ അതിന് വളരെ വ്യക്തമായിട്ട് മറുപടി നൽകി. അതാ ഞാൻ ചോദിച്ചാലേ. LDF എന്തായാലും ജയിക്കും. അത് ആരാന്ന് നോക്കിക്കാളെ, ചെക്ക് ചെയ്താളേ. ഇപ്പൊ പല ടൈപ്പ് ആളുകൾ കയറി വരും. നിങ്ങൾ മാധ്യമ പ്രവർത്തനാണോ? ഇത് പത്രസമ്മേളനമാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തർ കയറി വന്ന് നാളെ എനിക്ക് മറുപടി പറയാനാവില്ല. ഇത് പ്രശ്നമല്ല എന്നല്ല. അതിപ്പോൾ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചേക്ക്. അപ്പം സ്നേഹത്തോടെ നോക്കിയോ, സ്നേഹത്തോടെ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്തു വരും. ഇത് പത്രസമ്മേളനമാണ്. അതെ, അത് നിങ്ങൾ തന്നെ ആരും ഒരാൾ പറയും. ഇല്ലെങ്കിൽ എന്താ അറിയോ, മാറ്റാന്ന് പറഞ്ഞാൽ നാളെ നിങ്ങളാരും നമ്മൾ തമ്മിൽ അറിഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് പറയാം.
ഏയ് നിങ്ങളാരും കൊണ്ടാണ് നിങ്ങൾ മാറിക്കും. ഇത് പത്രസമ്മേളനം, ഇത് കഴിഞ്ഞ് നമുക്ക് കാണാം. അല്ല, പത്രസമ്മേളനം ഇങ്ങനെ കാണാം. ചെല്ല്. ഏയ് ഏയ് വലിയ തലവേനയില് നിങ്ങളൊരു മൂന്നാള് പോയിട്ട് എന്താ ചെയ്യ. ഞാൻ പോയപ്പോ ചോദിച്ചില്ല. ഞാനും ചോദിച്ചു, ഇയാൾ ഇതുവരെ കണ്ടിട്ടില്ല. ഏയ് ഞാൻ ചെയ്ത ഞാൻ പറയാൻ പറ്റില്ല എനിക്ക്. ഞങ്ങൾ ആരെന്നില്ല ഞാൻ പറഞ്ഞു കൊടുക്കാം. വിഷയം നിങ്ങളവിടെ പോയിരിക്കാം, സമാധാനമായിട്ട് പറയുന്നത്. അല്ലതല്ല, അത് ശരിയല്ല. അതൊരു നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത് അല്ലല്ല. പങ്കെടുക്കാൻ തന്നെ ആരാണ് ഞാൻ അല്ലല്ല എനിക്ക് അങ്ങനെ നിങ്ങൾ പറയുന്നത്. നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് നിങ്ങൾ അങ്ങനെ പോലീസ് കൊണ്ടോട്ടെ. അല്ലല്ല, പോലീസ് കൊണ്ടോട്ടെ. അത് അങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. പോലീസ് കൊണ്ടോട്ടെ. നിങ്ങളങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് പോലീസ് വന്നുകൊണ്ടോട്ടെ. പോലീസ് വന്നുകൊണ്ടോട്ടെ. അങ്ങനെ നിങ്ങളങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. ഭീഷണി സ്വരം വേണ്ട. ഭീഷണി സ്വാധീനം അത് ഞങ്ങൾക്ക് അറിയാം. പോലീസ് വന്നുകൊണ്ടാണെങ്കിൽ പോലീസ് വന്നുകൊണ്ടോട്ടെ. നിങ്ങളങ്ങനെ ഞെട്ടിച്ചൊന്നും വേണ്ട. അത് നോക്കിക്കോളൂ, ആരാ നോക്കിക്കോളൂ. എന്താന്ന് വെച്ചാല് ഞാനിത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇപ്പൊ ഈ കനകോലുക്കാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയേറ്റിരിക്കുന്നത്. ഇപ്പൊ ഏതൊക്കെ ആളെ എങ്ങനെയൊക്കെ വിടുന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കണം. അല്ലെങ്കിൽ അയാളുടെ പോകാൻ പറയാൻ അറിയാത്തതല്ല. പക്ഷെ കനകോലുവിന്റെ ഒരു കാലമാണല്ലോ, അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇനി എന്താ ചോദിച്ചോ? ഞാൻ വരുമ്പോ തന്നെ മനസ്സിലായത് കോഴിക്കോട്ടുള്ള മാധ്യമ പ്രവർത്തനമല്ല. എന്താ ഞങ്ങൾ ഇനി എന്തെങ്കിലും ചോദിക്കാം? ഇന്ത്യയും ഒരു The promise of construction of new stadium, international stadium at the Kozhikode is given by you, which is violation of the provisions of പറയുന്നത്. ഈ പ്രസംഗ നടക്കുന്നത് അന്നേക്ക് എന്നതിന്റെ കലക്ടർ നോട്ടീസ് ഇരിക്കുകയാണ്. ഇനിയിപ്പം താങ്കൾ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു വെറാസിറ്റി ഇത് ആധികാരികത സംബന്ധിച്ച പരിശോധനയിലേക്ക് പോകുന്നതിന് മുന്നേ കലക്ടർ നോട്ടീസ് ഇഷ്യൂ അത് പുതുക്കപ്പെട്ട നടപടിയായി. അല്ല, ഞാൻ പറയുന്ന ആ ചോദ്യം കലക്ടറോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇപ്പം നിങ്ങളെ കയ്യിൽ ഈ നോട്ടീസ് ഉണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങളെ കയ്യിൽ വരുന്നത്? ഞാൻ പറയുന്നത് 2-ാം തീയതി നോട്ടീസ് കൊടുത്തു എന്ന് പറയുന്നു. 2-ാം തീയതി എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനത് നിങ്ങൾ ചോദിച്ചാൽ പറയുന്നു. നിങ്ങൾ പലരും അത് എത്രത്തോളം പിന്നെ എന്നെ അറിയുന്നവരെ വിശ്വസിക്കും. ഞാൻ കിട്ടിയാൽ കിട്ടിയെന്ന് പറയും. 3-ാം തീയതി ചോദിക്കുന്നു. 3-ാം തീയതി എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയ 4-ാം തീയതി. അപ്പോൾ അതിനിടയിൽ ഈ നോട്ടീസ് എങ്ങനെ പുറത്തേക്ക് പോകും? ഒരു പ്രശ്നമാണുള്ളത്. നോട്ടീസ് തരുന്ന ഓഫീസ് കളക്ടറോ അല്ലെങ്കിൽ കളക്ടർ ഓഫീസോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഞാനോ എൻ്റെ ഓഫീസോ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അത് പുറത്തു പോയത് ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ്. ആ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു വെക്കുകയാണ്. കാരണം അത് മാധ്യമങ്ങളിൽ വരുന്നു അല്ലെങ്കിൽ പുറത്ത് വരുന്നു, അത് വലിയൊരു പ്രചരണമാവുന്നു, അതിൻ്റെ വാർത്തകൾ വരുന്നു എന്നുള്ളത് അത്
ഒഴിവാക്കപ്പെടേണ്ട പ്രശ്നമായിരുന്നു. ബാക്കി കാര്യം എന്നോട് ചോദിച്ചിട്ട് എനിക്ക് മറുപടി തരാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് ഞാൻ ഒരിക്കലും മറുപടി പറഞ്ഞാണല്ലോ. അവർ ഒരു തരത്തിലും ഇതിനകത്ത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പെരുമാറ്റച്ചട്ടമൊക്കെ നന്നായിട്ട് അറിയുന്നവരാണ്. ഒരു തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലും ഒന്നും അതിനകത്ത് നടന്നിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞാണ്. എന്ന് മാത്രമല്ല LDFിൻ്റെ പത്രക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കൺവീനർ പ്രദീപ് കുമാറിൻ്റെ പത്രക്കുറിപ്പും വന്നാണ്. അത് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം. അത് നിങ്ങൾ ഇത്രയും വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാനെന്ത് പറയാൻ, അതിൻ്റെ പത്രക്കുറിപ്പ് വന്നു, ബന്ധപ്പെട്ടവർ വിശദീകരിച്ചു. ഞാനവിടെ പിന്നെ ഏത് നിങ്ങളിത് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ തിരിച്ചു വയ്ക്കാൻ, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രസംഗത്തിനിടയിൽ ഞാൻ എന്തെങ്കിലും ഇടപെടൽ നടത്തിയോ? ഉറപ്പല്ലേ? 100%. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടാണ് പോയത്? അത് വീഡിയോ ഉണ്ട്. ഞാൻ നേരെ നടന്ന് കാറിലേക്ക് പോയി. വ്യക്തമല്ലേ? എനിക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞത്. ഞാൻ കൃത്യമായിട്ട് പോയി. ബാക്കി നിങ്ങളിപ്പോൾ പറഞ്ഞ ആളുകളും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾ വന്ന ചോദ്യങ്ങൾ കലക്ടറോടാണ് ചോദിക്കുന്നത്. ഗ്രീൻ റൂം എന്ന് പറഞ്ഞ നിങ്ങൾ ഗ്രീൻ റൂമാണോ റെഡ് റൂമാണോ ഏതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ റൂമൊന്നും കണ്ടിട്ടില്ല. അവിടെ ഇപ്പോൾ പോയി ആളുകൾ എന്തൊക്കെ സംസാരിച്ചു, തെരഞ്ഞെടുപ്പാണ് എന്തൊക്കെ സംസാരിക്കും, വോട്ട് ചോദിക്കാം, ബന്ധുക്കളുടെ വോട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം, അവർ തന്നെ വിശദീകരിച്ച കാര്യങ്ങൾ പറയാം, LDFിൻ്റെ പത്രക്കുറിപ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ. ഞാനിപ്പോൾ അവിടെ എന്ത് നടന്നു അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നതിനിടയിൽ ഞാനൊരു അമാനുഷികനൊന്നല്ലല്ലോ. എനിക്ക് അതിൻ്റെ ഇടയിൽ വേറെ കാര്യം ചെയ്യാൻ പറ്റില്ല. കാര്യം വ്യക്തമാണ്. അത് ഞാൻ പറഞ്ഞു. അയ്യോ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സ്ഥാനാർത്ഥിക്കില്ല. സ്ഥാനാർത്ഥിക്ക് ഇന്നെ നന്നായിട്ട് അറിയുന്നതാണ്. എന്തൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാന്നുള്ള നല്ല ധാരണയുള്ളതാണ്. അദ്ദേഹം പോയോ നമ്മളെ ബഹുമാനപ്പെട്ട? അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇനിയും ഇതുപോലെ വാർത്തകൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കി കൈകാര്യം ചെയ്യണമെന്ന് എന്നോടും കൂടി ചോദിച്ചിട്ട് കൈകാര്യം ചെയ്താൽ നല്ലത്. എല്ലാവർക്കും നന്ദി.